അവഗണിക്കുന്നവരെ പിന്തുടരാതിരിക്കുക. കാരണം നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ അവഗണിക്കില്ലായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന മുൻകോപം മുൻപോട്ടുള്ള വഴികളിൽ തടസ്സം സൃഷ്ടിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. സംയമനം പാലിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും അതിന് കഴിയാറില്ല എന്നതാണ് ഒരു വലിയ സത്യം. അംഗീകരിക്കാൻ മടിച്ച് ചിലർ നൽകുന്ന പരിഹാസം തന്നെയാണ് പ്രശസ്തിയിലേക്കുള്ള പാത തുറന്നു തരുന്നതും. നെഗറ്റീവ് ആളുകളിൽ നിന്നും എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. എത്ര വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ ഉള്ളതെങ്കിലും അതിനെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക. ഒന്ന് മാത്രം ഓർക്കുക, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. ഒരു വിഷയത്തോടുള്ള പ്രതികരണം മൂലമാണ് നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നത്. അതിനാൽ എങ്ങനെ പ്രതികരിക്കണമെന്നത് വളരെയധികം ചിന്തിച്ച് തീരുമാനിക്കുക. നമ്മുടെ പ്രവൃത്തികളെ ആരും മൂല്യം കൽപ്പിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവുമൊന്നും സ്ഥിരമാവണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നു. എത്ര തവണ പരാജയപ്പെട്ടാലും പിന്നെയും പിന്നെയും പരിശ്രമിക്കുന്നവനും മനസ്സിൽ പരാജയം സമ്മതിക്കാത്തവനുമാണ് യഥാർത്ഥ വിജയി. തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായ ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നാം തനിയെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ സ്വഭാവവും ശീലങ്ങളും. നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം. എല്ലാത്തിനും വിദഗ്ധരായി ആരും തന്നെയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാണെന്നത് തീർച്ചയായ കാര്യമാണ്. മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത്. നമുക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ്. ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും അതിൽ സങ്കടപ്പെടരുത്. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിലരിൽ ചിലപ്പോൾ ചിരി പടർത്തിയേക്കാം. എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാവരുത്. ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിൽ ഒരു വിങ്ങലാണ്. വിശ്വാസവഞ്ചന കാണിച്ചവർക്കും ചതി അലങ്കാരമായി കാണുന്നവർക്കും മറുപടി പറയാൻ നിൽക്കരുത്. ഇനി അവർ എത്ര നന്നായി എന്ന് പറഞ്ഞാലും ഇനി ഒരു അവസരം അവർക്ക് കൊടുക്കരുത്. പരസ്പരം തമ്മിൽ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ വിവാഹ ജീവിതത്തേക്കാൾ വലിയ സ്വർഗം ഭൂമിയിലില്ല. ഒന്നിച്ച് ജീവിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിവാഹത്തേക്കാൾ വലിയ ദുരന്തം വേറെയില്ല. ഒരു വ്യക്തി സ്വയം ആശ്രയിക്കണം. എന്നും തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യണം. കഷ്ടതകൾ ഉള്ള സമയത്ത് നിങ്ങൾക്ക് തുണയായി നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മറ്റൊരാളും മുതിരില്ല. അതിനാൽ സ്വന്തം കഴിവ് വളർത്തിയെടുത്ത് ഉത്തരവാദിത്വങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യുക.